ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് പോവാണ്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഇതുവരെ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ട്രാവൽ കണ്ടൻസും സോളോയും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു സ്ഥലത്ത് നിന്ന് വേഗം പോകണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ തോന്നിയിട്ടില്ല. ദാറ്റ് ഐ ഫെൽറ്റ് ഇൻ ഡൽഹി. മേ ബി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ബാഡ് ആയതുകൊണ്ടായിരിക്കും, ഞാൻ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എനിക്ക് മലേഷ്യ വെച്ച് ഐ ഹാവ് ബീൻ റോബ്ഡ്, ജോർജിയ വെച്ച് വി ഹാവ് ബീൻ ട്രീറ്റഡ് ബാഡ്ലി. ഞാൻ പോയിരിക്കുന്നതിൽ വേഴ്സ്റ്റ് ട്രീറ്റഡ് ആയിട്ടുള്ള കൺട്രി ജോർജിയാണ്. ബാങ്കോക്ക് വെച്ച് കുറച്ച് സ്ഥലങ്ങൾ മോശം പോയിട്ട് അതൊക്കെ ഉണ്ടെങ്കിലും എനിക്കങ്ങനെ സ്ഥലം വിട്ടു പോകണം എന്നില്ല. കൂടുതൽ കാണാൻ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഡൽഹി എനിക്ക് വേഗം പോകണം എന്നാണ്. മേ ബി നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ മച്ച് ബെറ്റർ എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ എനിക്ക് പോകുമ്പോൾ എനിക്ക് ഇത് വേറെ ഒരു ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഇല്ലാത്തൊരു കൺവീനിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ എക്സ്പീരിയൻസിൽ. ഇതിപ്പം ഇവിടുന്ന് ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൽ ഞാൻ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ എനിക്കൊരു അപ്ഗ്രേഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ ടിപ്പാണ്. അത് നിങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ വെച്ച് പറഞ്ഞുതരാം. അത് വളരെ വളരെ ചെറിയ പൈസയിൽ നമുക്ക് ഭയങ്കര ഡിഫറെൻറ്റ് ലക്ഷറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു എയർപോർട്ടിലേക്കുള്ള ഒരു യാത്ര, അത് എയർപോർട്ട് മെട്രോ സ്റ്റേഷനിൽ വെച്ച് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ യാത്രയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഇവന്റ് ലൈവായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഐ തിങ്ക്സ് ഇറ്റ് വിൽ ബി, എനിക്ക് തോന്നുന്നു വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണി ആയിരിക്കും ഫ്രം ഡൽഹി ടു കൊച്ചി. എനിക്ക് എന്തായാലും ഒരു കാര്യം ഇഷ്ടമായി. ആ സരോജിനി മാർക്കറ്റിൽ ഞാൻ കയറിയിട്ട് H&M ഫേക്കാന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. നല്ല അത്യാവശ്യം ഈ ഷർട്ടിന് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇത് വലിയ ചീപ്പൊന്നും അല്ല. കമ്പയർഡ് ടു 100-150 അല്ല, ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്ന് 800 കണ്ടാണ്. ആൻഡ് ഒരു വൈറ്റ് പാൻസ്, ഇത് ഒരു ഡീലായിപ്പോയി. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാത്തതാണ്, പക്ഷെ ഇത് കണ്ടത് കൊണ്ട് എടുത്തു. ആൻഡ് ഐ ഫീൽ റിയലി ഗുഡ് അബൌട്ട് ദിസ് ബൈ. ഇത് കൊള്ളാം. അപ്പൊ നേരെ ഇനി എയർപോർട്ടിലേക്ക്, ആദ്യമേ മെട്രോയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് നോട്ടായി പോകണം. വെള്ളം തുടങ്ങി രാവിലെ തന്നെ. ഇതിന് മെട്രോന് അടുത്ത് വിടാമെന്നാണ് പറഞ്ഞത്. ഇവിടം വരെ ആ വണ്ടി ചിലപ്പോൾ പോലായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് നടക്കാവുന്നുള്ളതേ ഉള്ളൂ. തലവേദന തുടങ്ങും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഞാൻ താമസിച്ച ഏരിയ തന്നെയാണ്. ഫുൾ ബ്ലെയിം ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം വീണ്ടും പറയാം, എനിക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഇങ്ങനത്തെ ഒരു ഡൽഹി കാണിക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് മനസ്സിന് ഒരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നുന്നത് ഇവിടെ വന്നിട്ട് ഈ ആൾക്കാരുടെ സ്ട്രീറ്റിലുള്ള ഇത്രയധികം ആൾക്കാർ ലൈക്ക് സ്ട്രീറ്റിലാണ് ജീവിക്കുന്നത്. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ, അവിടെ തന്നെ ബാത്റൂമിൽ പോകലും അതുപോലെ തന്നെ താമസവും ഉറക്കവും കിടപ്പും, അത് മെയിൻ ഏരിയ. ഇതൊക്കെ കോളേജിലെ ഏരിയയും കണ്ട ഇത് ഞാൻ മാർക്കറ്റ്സിലൊക്കെ കണ്ടു. പക്ഷെ കോളേജുകളുടെ ഏരിയയിൽ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോളേജല്ല, സോറി, എനിക്കൊന്ന് ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒക്കെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. മെയിൻ തിങ് ഓബിയസ്ലി ഇന്ത്യയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. എന്നാൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു മനോവിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. പുള്ളി തന്നെ ഇവിടെ വിട്ടിട്ട് പോയി. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് മെട്രോ. ഇത് ഡൽഹി എയർപോർട്ടിലേക്ക് എയർപോർട്ട് ലൈൻ എന്ന് പറഞ്ഞൊരു മെട്രോ ഉണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ എയർപോർട്ട് മെട്രോ ലൈൻ ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേഷൻസിലും, എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല, പക്ഷെ എന്തായാലും ന്യൂ ഡൽഹി എന്ന് പറഞ്ഞ മെയിൻ സ്റ്റേഷനുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഉള്ള ശിവാജി നഗർ മെട്രോ, ഇവിടെയാണ് എല്ലാ VFSഉം മറ്റേ ബയോമെട്രിക്സ് അമേരിക്കയുടെ കൊടുക്കാനും ചൈനയുടെ വിസയുടെ എല്ലാം ഈ മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ലഗേജ് കയറ്റി വിടാം. അപ്പോൾ എയർപോർട്ടിൽ നമുക്ക് ബോർഡിംഗ് പാസിനോ ക്യൂവിനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. എല്ലാം ഇവിടെ തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എയർപോർട്ടിൽ കയറി ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും പറ്റും തോന്നുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാതെ എയർപോർട്ടിൽ ക്യൂ അവോയ്ഡ് ചെയ്യാം. അതൊരു ഭയങ്കര സെറ്റപ്പ് അല്ലേ. ഇത് മറ്റേ വിസയുടെ ഒക്കെ ക്യൂ ആണ്. ബയോമെട്രിക്സ് കൊടുക്കാനൊക്കെ ആൾക്കാർ US പോകാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ചൈനീസിൻ്റെ ഒക്കെ ഇവിടെ തന്നെയാണ്. പക്ഷേ ഇത് കണ്ട, ഇതാണ് എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ കൗണ്ടർ. ആരുമില്ല, നമുക്ക് വേഗം ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലഗേജായിട്ട് മെട്രോയിലും പോകണ്ട. ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് സംസാരിച്ച ഇത് രണ്ട് മെട്രോ സ്റ്റേഷനിലുള്ളൂ. ഒന്ന് ന്യൂ ഡൽഹി സ്റ്റേഷനും ഇത് ശിവാജി നഗർ മെട്രോ സ്റ്റേഷനും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെങ്കിൽ 12 മണിക്കൂർ മുമ്പ് നമുക്കിവിടെ പോയി ചെക്ക് ഇൻ ചെയ്യാം. 12 hours മുമ്പേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ആൻഡ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആണെങ്കിൽ 5 മണിക്കൂർ മുമ്പേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ഇൻ ലഗേജ്
നമുക്ക് നേരെ ഒന്നും അറിയണ്ട, ഇവിടെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടും, നേരെ അത് എയർപോർട്ടിലേക്ക് പോയിക്കോളും. നമുക്കിപ്പം ഡൊമസ്റ്റിക് 12 മണിക്കൂറുണ്ട്. സോ രാവിലെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് റൂമിലൊക്കെ കറങ്ങണമെങ്കിൽ, അല്ല ഡൽഹിയൊക്കെ കറങ്ങണമെങ്കിൽ നമുക്ക് ലഗേജ് ഇല്ലാതെ കൊടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് ലഗേജ് കൊടുക്കുക, ജസ്റ്റ് നമ്മുടെ ബാക്ക് പാക്കോ ഹാൻഡ് ലഗേജ് മാത്രം കയ്യിൽ വെക്കുക, കറങ്ങിയിട്ട് എയർപോർട്ടിൽ ആ ടൈം ആകുമ്പോൾ പോയാൽ മതി. അത് അടിപൊളി. പക്ഷേ ഇത് എയർ ഇന്ത്യക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ആൻഡ് ഈ 2 മെട്രോ സ്റ്റേഷൻസിൽ ഇത് അവൈലബിൾ ഉള്ളൂ. ഇതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ആൻഡ് ഇത് ഭയങ്കര സൗകര്യമാണ്. ഒരു കാര്യം കൂടെ, നിങ്ങൾ ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും മിനിമം ഒരു 2-2.5 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ട് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വന്ന് ലഗേജ് കൊടുക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ ലഗേജ് ഇല്ലാതെ പോകേണ്ടി വരും, അവരെടുക്കത്തില്ല. സോ മിനിമം 2 hours മുമ്പെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. മാക്സിമം ഡൊമസ്റ്റിക് ആണെങ്കിൽ 12 മണിക്കൂർ മുമ്പേ കൊണ്ടുപോയി കൊടുക്കാം, ഇൻ്റർനാഷണൽ ആണെങ്കിൽ 6 മണിക്കൂർ മുമ്പേ കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, സോ 54 രൂപയുള്ളൂ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക്. ഇതിൽ 56 രൂപയുണ്ട് ബാലൻസ്. കറക്റ്റ് റീചാർജ് ആയിരുന്നു. എയർപോർട്ട് മെട്രോ ആണെങ്കിലും ഉണ്ടല്ലോ മിക്കവാറും ഫുള്ളായിരിക്കും. ഇത് എനിക്കൊന്ന് വേറെ കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എയർപോർട്ട് അല്ല ഇവരുടെ ലാസ്റ്റ് സ്റ്റേഷൻ. എന്നാലും നിൽക്കാം, ഒരു അരമണിക്കൂർ മതിയെന്ന് തോന്നുന്നു. പെട്ടെന്ന് എത്തിയത് ടെർമിനൽ 3ലേക്കാണ് ഇത് സ്റ്റേഷൻ വരുന്നത്. കറക്റ്റ് 18 മിനിറ്റ് ഉള്ളൂ ആ സ്റ്റേഷനിൽ നിന്ന്. എന്തൊരു സൗകര്യമാണ്. ഞാൻ 54 രൂപ നമുക്ക് നേരെ കയറി ഇനി എയർപോർട്ടിലേക്ക് പോകാം. ഞാൻ ഡിജി യാത്ര വഴി രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ഒരു ടെക് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ചെക്കിനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര കൺവീനിയൻ്റ് ആട്ടോ ഇത് സംഭവം. നേരെ ടെർമിനൽ 3ലേക്ക് പോവും, 18 മിനിറ്റിലെത്തി. ആൻഡ് ഞാൻ ഡിജി യാത്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ഇനി എനിക്ക് മറ്റേ എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ പോലും ഇനിയിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കാണിക്കുക ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇനി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യേണ്ട ഒന്നും വേണ്ട. ഭയങ്കര ഹൈടെക്. ഇതാണ് ശരിക്കും, ഇങ്ങനെ ആയിരിക്കണം ഇന്ത്യ 2026. ഇതൊരു സംഭവം. ഇതിന് 56 രൂപ, ഇറങ്ങാൻ 54 രൂപ. വർക്ക് ചെയ്യുമെന്ന് നോക്കട്ടെ. യെസ്, ബാലൻസ് ഇല്ല, കുഴപ്പമില്ല. 48 രൂപയുള്ളൂ കേട്ടോ, 54 ഇല്ല. അടിപൊളി. ഇനി നേരെ നടന്ന് എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവാം. ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ, എനിക്ക് തോന്നുന്നു ഇവിടെ വെയിറ്റിംഗ് ലൗഞ്ച് പോലത്തെ ഒക്കെ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് വെറുതെ എനിക്കൊന്ന് ക്യാബിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാനാണ്. ഡിപ്പാർച്ചർ നേരെ കോഫി ഷോപ്പ്, ഇതൊക്കെ എന്തൊരു ക്ലീൻ അല്ലേ. ഇവിടെ കുറേ സ്ഥലത്ത് എഴുതിച്ചിട്ടുണ്ട് ഗുഡ്ക ഫ്രീ സോണ്, ടൊബാക്കോ ഫ്രീ സോണിന്. അത് ഡൽഹിയിൽ ഫുള്ളായിട്ട് എൻഫോഴ്സ് ചെയ്തതുണ്ടല്ലോ. ഡൽഹിയുടെ മറ്റേ മുഖച്ഛായയെ മാറും. ഗുഡ്ക ബാൻ ചെയ്താൽ നന്നാവും, ഇന്ത്യയെ നന്നാവും. അവരെ നമ്മൾ മെട്രോന്ന് ഈ എയർപോർട്ട് വരെ ഇതുപോലെ എസ്കലേറ്റേഴ്സും ലിഫ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ലഗേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനും വേണ്ട, സുഖമായിട്ട് നമുക്ക് വലിച്ചുകൊണ്ട് വരാം. ആൻഡ് ടുഡേ ഈസ് ആക്ച്വലി ഒഫീഷ്യലി ഡൽഹിയിൽ സമ്മർ തുടങ്ങി. അത് ഭാഗ്യത്തിന് എനിക്ക് നല്ല വെതർ കിട്ടി, പൊല്യൂഷൻ ഉണ്ടെങ്കിൽ പോലും. ഇതുപോലെ ക്യൂ നിൽക്കണ്ട. ഡിജി യാത്രയിൽ ഞാൻ പറഞ്ഞ പോലെ ഡിജി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 1ലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കയറാം. അതൊരു ഭയങ്കര സൗകര്യമല്ല, അല്ലെങ്കിൽ ഇതുപോലെ ക്യൂ നിൽക്കണ്ടേ. എന്തൊക്കെ ഞാൻ ഡിജി യാത്ര ചെയ്ത് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. നിങ്ങളും നേരെ നമുക്ക് ഡിജി യാത്ര വഴി കയറി പോവാം. വർക്ക് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ചമ്മാതെ ഇരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ. ചെക്ക് കയറി, കണ്ട, ഇത്രേ ഉള്ളൂ. നേരെ കയറി പോവാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, എനിക്ക് അവിടെയും നിൽക്കണ്ട, നേരെ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവാം. കൗണ്ടറിലേക്കൊന്നും പോകണ്ടല്ലോ. അടിപൊളി. ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. കൺവീനിയൻസ് ലൈക്ക് 110 മാർക്ക് കൊടുക്കാം. എന്തൊരു എയർപോർട്ടല്ലേ ഇത്. ഡൽഹി എയർപോർട്ട് വെറുതെ അല്ല, എത്ര അവാർഡ്സ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. വെൽ മാനേജ്ഡും അതുപോലെ തന്നെ കൗണ്ടേഴ്സ് ആണെങ്കിലും സൗകര്യമാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും. ഇത് ഇന്ത്യയല്ല, മേ ബി എനിക്ക് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് എയർപോർട്ട്സ് ആയിട്ട് തന്നെ പറയണം. ഡൊമസ്റ്റിക് ചെക്ക് ഞാൻ മറ്റേ മെട്രോയിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് എനിക്കിവിടെ ഒന്നും ക്യൂ നിൽക്കണ്ട. അല്ലേ, എന്തൊരു സംഭവം ഇതല്ലേ. എന്തോരം ടൈമല്ല ആവും. ഇതാണ് എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് കാണിക്കണം എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടെ, അതാണ് ഹൈലൈറ്റ്. അത് ഇപ്പം പറയാം, ലോഞ്ചിൽ ഇരുന്നിട്ട് ഞാൻ പറയാം. ഇവിടെ ആ വെൽത്ത് ഉണ്ടല്ലോ, ആ വെൽത്ത് അനുസരിച്ചായിരിക്കും പൊതുവെ നമ്മളെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇത് കാണുന്നത്. ആ ഷോപ്സൊക്കെ ഇവിടെ വെച്ചിരിക്കുന്ന നോക്ക്, ഹാർലി ഡേവിഡ്സൺ ആൻഡ് ദെൻ റാഡോസ്, അങ്ങനത്തെ വളരെ ഹൈ ഉണ്ട്. കൊച്ചിയിലാണെങ്കിൽ കുറച്ച് ചിപ്സും കഥകളിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഡൽഹിയിലാകുമ്പോഴേക്കുള്ള ലക്ഷറി നോക്കുക. ഇത് ഡൊമസ്റ്റിക്കിലാണ്, വീണ്ടും വരെ ഡൊമസ്റ്റിക്കിലാണ്. പോർഷെ ഡിസൈൻസിൻ്റെ, മോൺബ്ലാങ്ക്, എല്ലാം ഹൈ എൻഡ് ഷോപ്സ്. ഡിയോർ വരെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഡൊമസ്റ്റിക്കിൽ ഹീലിയോസ് വാച്ച് സ്റ്റോർ. അതാണ് ഡൽഹിയുടെ വെൽത്ത് പിന്നെ വേറെ ലെവലാണല്ലോ. അത്രയും ഫേമസ് ആൻഡ് റിച്ച് പീപ്പിൾ അല്ലേ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഷോപ്സാണ് ഇവിടെ ഡൊമസ്റ്റിക്കിലുള്ളത്. ഇവിടെ ബിസിനസ് ക്ലാസ് ആയിരുന്നെങ്കിൽ ബിസിനസ് എയർ ഇന്ത്യ ലോഞ്ച് പോകുമായിരുന്നു. ഇപ്പം നമുക്ക് എൻകാം എന്ന് പറഞ്ഞ ലോഞ്ച് ഉണ്ട്, തിരക്കാവാനാ സാധ്യത. പക്ഷേ കുറേ ഹൈ എൻഡ് ആയിട്ടുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും നാന്തോസ് വരെ ഉണ്ട് എയർപോർട്ടിൽ. ടിം ഹോട്ടൻസ്, ഈ ബ്ലൂ ടോക്കായുടെ കഥ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പിനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ദേ ആർ ലൈക്ക് ഹ്യൂജ് നൗ ആൻഡ് ഇത്രയും അധികം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്.
ഞാൻ ആക്ച്വലി പ്രിയയ്ക്ക് ജിലേബി വാങ്ങിയതായിരുന്നേ, പക്ഷേ അത് തണുത്ത് കുഴഞ്ഞു പോയി. ഞാൻ എയർപോർട്ടിനകത്ത് എന്തെങ്കിലും അതുപോലത്തെ ഹൽദിറാംസ് എന്തെങ്കിലും കാണുമ്പോൾ വിചാരിച്ചു, ഒന്നുമില്ല, നാട്ടിൽ പോകുമ്പോൾ മിക്കവാറും കിട്ടുമായിരിക്കും. പോയിട്ട് ഹൽദിറാംസ് ഉണ്ട്, ഇവിടുന്ന് എന്തെങ്കിലും സ്വീറ്റ് വാങ്ങിക്കൊണ്ട് പോവാം, എന്തെങ്കിലും വാങ്ങിയാൽ മതി. അപ്പോൾ പ്രിയയ്ക്ക് മിൽക്ക് സ്വീറ്റ്സ് ആണ് ഇഷ്ടം, അതെടുത്തു. പിന്നെ ഒരു രസഗുള്ള എടുത്തു. പിന്നെ അമ്മയ്ക്ക് മൂങ് ദാൽ കാ ഹൽവ ഇഷ്ടമാണ്, ഇതിഷ്ടമാണ്. ഇത് മൂന്നും ഭാഗ്യത്തിന് കിട്ടി. ഇനി ഹാപ്പിയാവും ആള്. ഹൽദിറാംസ് നോക്കിക്ക് എന്തോരം ഗോർമേ സ്വീറ്റ്സ് പോലെ വെച്ചിരിക്കും. ഇതൊക്കെ ഒരു മിഷ്ലിൻ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന പോലെ ഇല്ലേ. ഇതൊക്കെ അവരുടെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും എയർപോർട്ടിലുള്ള ഒരു പുതിയ കളക്ഷൻസ് ആണ്. എന്ത് രസവും നോക്കും, ഓരോ ഡെസേർട്ട്സും ലൈക്ക് ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് പോലെ ഇരിക്കുന്നത്. പിടിച്ചു വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എയർപോർട്ടിൽ വരെ കരീംസ് ഉണ്ട്. പാപ്പ റൊട്ടി നമ്മൾ കഴിച്ചു കേട്ടോ, അത് ഭയങ്കര എക്സ്പെൻസീവ്, വലിയ വേർത്തും അല്ല. നമുക്ക് നമ്മുടെ ലോഞ്ച് തന്നെ തപ്പി പോവാം. ഇഷ്ടംമാതിരി സമയമുണ്ട്, ഒരു 2 മണിക്കൂറോളം ഉണ്ട്. ഫുൾ റെനുവേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഏതോ മറ്റേ ബാക്ക് സ്റ്റേജിൽ കൂടെ നടക്കുന്നൊക്കെ ഫീലിംഗ് ആണ്. മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, വാട്ട് എ പ്ലേസ്. ഇവിടെ ഒരു പ്രോപ്പർ മോളിൻ്റെ ഫുഡ് കോർട്ട് പോലെയാണ്. പക്ഷേ കുറച്ചും കൂടെ മോൾസിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഷോപ്സ്. ബിരിയാണി ബ്ലൂസ്, ടിം ഹോട്ടൻസ്, അവിടെ കരീംസ് ഉണ്ട്, ബ്ലൂ ടോക്കായ്, KFC, മെക്ഡോണൾഡ്സ്. സോ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. യു ക്യാൻ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ചെയ്യാം. നമുക്ക് ബോറടിക്കില്ല, വിശക്കില്ല. ആൻഡ് ഇറ്റ്സ് ക്ലീൻ, നല്ല ബാത്റൂംസ്, അടിപൊളി. നമ്മുടെ ലോഞ്ച് വരുന്നത് എനിക്കത് ബാംഗ്ലൂരിൻ്റെ അത്രയൊന്നും വലുതല്ല, പക്ഷേ നോക്കാം. എന്തായാലും മാച്ചും വേണമെങ്കിൽ ഇരുന്ന് കാണാം. മാച്ചൊന്നും ഇല്ല, രാത്രിയാണെങ്കിൽ മാച്ചും ഇവിടെ ഇരുന്ന് കാണാമായിരുന്നു. ആക്ച്വലി ലൗഞ്ചിൻ്റെ ഏരിയ കേട്ടോ, ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷേ ഭാഗ്യത്തിന് വലിയ തിരക്കില്ല ഇവിടെ. ഇത് ഫസ്റ്റ് ക്ലാസ് ലൗഞ്ചാണ്. ഇത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഏരിയ. നമ്മൾ കാർഡ് കയറുന്നവർക്ക് അപ്പുറത്തിരിക്കാം. പക്ഷേ ഡൽഹി എയർപോർട്ടിൻ്റെ ലോഞ്ചിലായിരിക്കും ഏറ്റവും തിരക്കുന്നത്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് ഫുഡുള്ളതെന്ന് കാണിക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്, ഇവിടെ തണുത്ത വെള്ളമുണ്ട്, കോഫി ഉണ്ട്. പിന്നെ അവിടെ കൊക്കക്കോളയ്ക്കും മറ്റേ പെപ്സിക്കും തംസപ്പിനൊക്കെ ഉള്ള മെഷീനുണ്ട്. ആൽക്കഹോൾ മൈറ്റ് ബി പെയ്ഡ്, ആൽക്കഹോൾ ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും. മൂങ് ദാൽ കി ഹൽവ ഉണ്ട്, ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ പായസം, സേമിയ പായസം, കേക്ക്, ബനാന കേക്ക്, പിന്നെ എന്തോ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവം. കുറച്ച് സാലഡ്സിന് വേണ്ടിയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചട്നീസ്, ഡൽഹിയിൽ പിന്നെ ചട്നി കാണുമല്ലോ. ഇവിടെ സൂപ്പ്, വെജ്, ഇത് ചോറ്, പ്ലെയിൻ റൈസ്, കൂടുതൽ വെജ് ബേസ്ഡ് ആയിരിക്കും കേട്ടോ. ഇത് ദാല്, ഇത് ഒരു സബ്ജി, നമുക്ക് പറ്റിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇത് പനീർ ഏഷ്യൻ സ്റ്റൈലിന്. ഇവിടെ ഒരു ഫ്രൈഡ് റൈസും അതും വെജ് കറി, പക്ഷേ ഒരു ചിക്കൻ കറി ഉണ്ട്. നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചാട്ട്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ചാട്ട് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആൻഡ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കൊക്കക്കോളയുടെയൊക്കെ മെഷീനും ഉണ്ട് ഇവിടെ. ഫുഡൊക്കെ നല്ല ടേസ്റ്റും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വാഷ്റൂം ഇല്ല ഇതിൻ്റെ അകത്ത്, ലോഞ്ചിനകത്ത്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു മെയിൻ തിങ് പറയാനുള്ളത് എന്താണെന്നറിയോ? സോ ഇപ്പം ഞാൻ എയർ ഇന്ത്യയുടെ റെഗുലർ ഇക്കോണമി ക്ലാസ്സിലായിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ഫ്ലൈനേന് ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് മിക്കവാറും ഫ്ലൈറ്റ് ഫുൾ അല്ലെങ്കിൽ ഒരു മെയിൽ വരും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ ഇതാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് കേട്ടോ. ഈ മെയിൽ വന്നു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യം നമുക്ക് ബിസിനസ് ക്ലാസ് ആയിരിക്കും വരുന്നത്. പക്ഷേ ആ ബിസിനസ് ക്ലാസ്സിന് 16,000 എനിക്ക് ആക്ച്വലി ഡൽഹി പോയിട്ട് വരാൻ തന്നെ ഒരു 16,000 ആയത്. പക്ഷേ ഈ ബിസിനസ് ക്ലാസ്സിലേക്കുള്ള അപ്ഗ്രേഡ് 16,500. ദാറ്റ് ഇസ് ടു എക്സ്പെൻസീവ്. അത് വലിയ ഡീലും അല്ല, വലിയ കാര്യമല്ല. പക്ഷേ നമുക്ക് പ്രീമിയം ഇക്കോണമി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. എസ്പെഷ്യലി ഒരു 3 hours 4 hours ഫ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി മോർ ദൻ ഇനഫ്. കാരണം ഇപ്പോഴത്തെ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡൊന്നും ആവാൻ പോകുന്നില്ല, ലോങ് ഫ്ലൈറ്റ് അല്ലല്ലോ. അപ്പോൾ ഈ പ്രീമിയം ഇക്കോണമിയിലേക്ക് നമുക്ക് എന്തൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി കാണിച്ചു തരാം. എന്തൊക്കെയാണ് പ്രീമിയം ഇക്കോണമിയുടെ ബെനിഫിറ്റ്സ്. പക്ഷേ വെറും 1,600 റുപ്പീസിനെങ്ങാണ്ടാണ്, അതോ 1,400 ഈ ഒരു റേറ്റിലെങ്ങാണ്ടാണ് എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയത്. ബിസിനസ് ക്ലാസ്സിലേക്ക് 16,000 ആകുമ്പോൾ ഇത് വെറും 1,400. സോ ആ 1,400 എന്തൊക്കെ കിട്ടും എന്ന് അറിയാം. അതൊരു ഭയങ്കര ഡീലായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് എന്തൊക്കെയാണ് ഈ പ്രീമിയം ഇക്കോണമിയിലുള്ള ബെനിഫിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഐ തിങ്ക് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് തോന്നിയത്. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി പ്രീമിയം ഇക്കോണമി ബുക്ക് ചെയ്യുക, നിങ്ങൾക്ക് നിർബന്ധം അല്ലെങ്കിൽ ബുക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. അപ്ഗ്രേഡ് ഓഫർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രീമിയം ഇക്കോണമിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പല സെക്ടേഴ്സിലേക്കും ബിസിനസ് ക്ലാസ് 15, 16, 20 രൂപയൊക്കെ അപ്ഗ്രേഡ് വരുമെങ്കിൽ ഈ മിക്കവാറും പ്രീമിയം ഇക്കോണമി ഒരു 2,000, 2,500 അല്ലെങ്കിൽ 1,500 റേഞ്ചിൽ കിട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രീമിയം ഇക്കോണമിയുടെ ബെനിഫിറ്റ്സ് ഞാൻ ഫ്ലൈറ്റിൽ കയറി കാണിച്ചു തരാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ലൈഫ് ഞാൻ പ്രീമിയം ഇക്കോണമി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഫ്ലൈ ചെയ്യുന്നത്.
ഗൈസ് അപ്പോൾ ലോഞ്ചിൽ നിന്നൊക്കെ നേരെ ഇറങ്ങി ആൻഡ് ഇനി നേരെ ഗേറ്റിലേക്ക്. ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദ ഫ്ലൈറ്റ്. ഇത് 39B അത് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയത്, എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ ഡൽഹി എയർപോർട്ടിലെ ഈ ഡൊമസ്റ്റിക് ആണെങ്കിൽ പോലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗേറ്റ് 62 ഒക്കെ ആണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് 13 മിനിറ്റ് നടക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നോർമലി നടക്കുന്നവർക്ക് ഒരു 15-20 മിനിറ്റ് എടുക്കും. സോ അതനുസരിച്ച് നേരത്തെ വരിക, കാരണം നമുക്ക് ഗേറ്റ് എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ 39 എന്നൊക്കെ പറഞ്ഞ് എയർ ഇന്ത്യയുടെ ആയതുകൊണ്ട് ബിഗിനിങ്ങിൽ തന്നെ, അതുകൊണ്ട് അധികം നടക്കാനില്ല. പക്ഷേ ഡൊമസ്റ്റിക് എയർപോർട്ട് ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ലെവൽ തന്നെയാട്ടോ, ഒന്നും പറയാനില്ല. സോ ഇതാണ് ഗൈസ് നമ്മുടെ ബോർഡിംഗ് ഗേറ്റ്. ഇനി ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്നറിയോ, ആ ബിസിനസ് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കയറാം. അപ്പോൾ ബാക്കി മറ്റേ ഫ്ലൈറ്റിൽ ആ ക്യൂവിലേക്കൊന്നും നിൽക്കണ്ട, ക്യൂ ഒക്കെ സ്കിപ്പ് ചെയ്ത് നമുക്ക് ആദ്യമേ തന്നെ കയറാം. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, റൂപേ കാർഡ് ഉണ്ടെങ്കിൽ, എനിക്കൊന്ന് റൂപേ പ്ലാറ്റിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നൊരു ലോഞ്ച് 43 ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് തന്നെ ഒന്ന് നിൽക്കാം. എൻ്റെ ആകുമ്പോൾ വലിയ തിരക്കുമില്ല, ഭയങ്കര പ്രീമിയമാണ്, നേരെ റൺവേ ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു സെറ്റപ്പും ആയിരിക്കും. ഞാൻ ഇതിന് ഡോണട്ട് വാങ്ങാം. ഇത് എയർപോർട്ടിൽ മാത്രം, ബാംഗ്ലൂരോ ഡൽഹിയോ ഗോ എവിടെ പോയാലും ഉണ്ട്, കൊച്ചിയിലോ കേരളത്തിൽ മാത്രമില്ല. എന്തേ ഇതും കൂടെ വാങ്ങി, എല്ലാവരും ഹാപ്പി ആയിരിക്കും നാട്ടിൽ പോകുമ്പോൾ. പ്രിയയ്ക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, ഏതോനും ഉണ്ട്. പറഞ്ഞ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പ്രീമിയം ഇക്കോണമിക്ക് നമുക്ക് എവിടെയും വെയിറ്റ് ചെയ്യേണ്ട, ബിസിനസ് കഴിഞ്ഞ ഉടനെ നമുക്ക് കയറാം, ബാക്കിയുള്ള ആരും കയറുന്നതിന് മുമ്പ്. അപ്പോൾ ഇതാണ് ആക്ച്വലി പ്രീമിയം ഇക്കോണമി സീറ്റ്സ് വരുന്നത്. ബിസിനസ് ക്ലാസ്സിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, എസ്പെഷ്യലി ഫ്രണ്ട് റോ കിട്ടിയാലും. സീറ്റിൻ്റെ വീതിയും വളരെ കൂടുതലാണ് ഇക്കോണമി ക്ലാസ് വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ഇതിൽ നമുക്ക് ടേബിൾ ട്രേയും എല്ലാം വരുന്നത് നമ്മുടെ ഹാംറെസ്റ്റിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റിക്ലൈനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റിക്ലൈനാവും. ലോങ് ഡ്യൂറേഷൻ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ നന്നായി കിടന്നുറങ്ങാം. പിന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ബിസിനസ് ക്ലാസ് പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഹോട്ട് ടവൽ തരും. ആൻഡ് ഇത് ആക്ച്വലി ഒരു ലെമൺ സെൻറ്റഡ് ഹോട്ട് ടവലായിരുന്നു. പിന്നെ മെനു കാർഡ് വരെയുണ്ട്. ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു മെനു കാർഡ് കിട്ടുന്നത്, എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു ഇക്കോണമി അല്ലെങ്കിൽ പ്രീമിയം ഇക്കോണമി ക്ലാസ്സിൽ. അത്യാവശ്യം നല്ല മെനു ആയിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ട്, വെജ് നോൺ വെജ്, കുറച്ച് ഡ്രിങ്ക്സ്, ഡെസേർട്ടിന് ആ കൂടെ ഒരു ചോയ്സേ ഉള്ളായിരുന്നു. ആൻഡ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ചിക്കൻ ഇൻ ഹോട്ട് ഗാർലിക് സോസ് വിത്ത് നൂഡിൽസും ഒരു ഡയറ്റ് കോക്കും ആയിരുന്നേ. ആൻഡ് നമുക്ക് ഇതിൽ ആക്ച്വലി വേണമെങ്കിൽ ഇനിയും നമുക്ക് ഓർഡർ ചെയ്യാം, ഒരു തവണയല്ല ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ കേർട്ടൻസ് നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ, അതുപോലെ നമ്മളെ ഇക്കോണമി ക്ലാസ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് വന്നു, ആലു ചാട്ടായിരുന്നു ആദ്യമേ സ്റ്റാർട്ടറായിട്ട് വന്നത്. ആക്ച്വലി അത് ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ടേസ്റ്റ് ആവുന്നത്, കാരണം വെജിറ്റേറിയൻ ഫുഡ് പൊതുവെ ഇഷ്ടമല്ല. ബട്ട് ദിസ് തിങ് വാസ് സോ ഗുഡ്, നല്ല ടാങ്കി ആൻഡ് ഫ്ലേവർഫുൾ. ശരിക്കും നമ്മളൊരു കൊച്ചിയിലൊക്കെ ഗോകുൽ ഊട്ടുവരയിൽ നിന്ന് കഴിക്കുന്ന ഒരു സംഭവം പോലെ. ഇത് ആക്ച്വലി നൂഡിൽസ് കുറച്ച് ഡ്രൈ ആയിരുന്നു, ബട്ട് ദിസ് ചിക്കൻ വാസ് റിയലി ഗുഡ്. കുറച്ച് സ്പൈസി ആയിരുന്നു, ഒരു സ്പൈസി ചില്ലി ചിക്കൻ പോലെയായിരുന്നു. നൂഡിൽസ് വെജിറ്റബിൾ നൂഡിൽസ് ആയിരുന്നു. ആൻഡ് കുറച്ച് ഒരു സെസമി ഓയിലൊക്കെ ഇട്ടുള്ള ഒരു നൂഡിൽസ്. പക്ഷേ ഇത് ചിക്കനൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മെയിൻ നമുക്ക് കഴിക്കാൻ നല്ല സ്പേസും ഉണ്ട്, ഇക്കോണമീനെക്കാട്ടി സ്പേസ് ഉണ്ട്. ഇത്രയൊന്നും നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ കിട്ടിയത് റിമെമ്പർ ജസ്റ്റ് ഒരു 1600 റുപ്പീസിൻ്റെ അപ്ഗ്രേഡിലാണ്. ആൻഡ് ഇത് മസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയ. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പുഡിങ്ങും കഴിച്ചു. ഇത് ആക്ച്വലി ഒരു കാരമൽ കസ്റ്റേർഡ് ഇട്ട ഒരു ബ്രെഡ് പുഡിങ് പോലെ എനിക്ക് തോന്നിയത്. നോട്ട് ബാഡ്, പക്ഷേ നത്തിങ് ഔട്ട്സ്റ്റാൻഡിങ്. എയർ ഇന്ത്യയുടെ ഫുഡിന് പക്ഷേ എപ്പോഴും ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ആൻഡ് എഴുന്നേറ്റതും നമ്മൾ നേരെ കൊച്ചി ലാൻഡ് ചെയ്തു. അങ്ങനെ സേഫായി ലാൻഡ് ചെയ്തു. ഇതും വലിയൊരു അഡ്വാൻറ്റേജ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രീമിയം ഇക്കോണമി. ഞാൻ സ്പേസ് കൂടുതൽ കിട്ടും, ഫുഡിന് കുറച്ചും കൂടെ നല്ല പ്രിഫറൻസ് ഉണ്ട്, കുറച്ചും കൂടെ നല്ല സർവീസ്, ഇരിക്കാൻ നല്ല സ്പേസ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇതുപോലെ നിങ്ങൾക്ക് ഓഫർ കിട്ടുവാണെങ്കിൽ ബിസിനസ് കിട്ടിയാൽ പോലും അത്രയും പൈസ കൊടുക്കാതെ ഇതെടുക്കുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് പ്രീമിയം ഇക്കോണമി. ഞാൻ ആദ്യമേ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ലഗേജും ആദ്യമേ തന്നെ വരും കേട്ടോ. ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലഗേജും വരും. സോ എവറിത്തിങ് ടുഗെദർ. ഞാൻ വീണ്ടും പറയാം, ലോഞ്ച് ആക്സസ് ഇല്ല പ്രീമിയം ഇക്കോണമിയുടെ. എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 1500-2000 രൂപയ്ക്ക് അപ്ഗ്രേഡ് കിട്ടിയാൽ ഇറ്റ് ഇസ് ടോട്ടലി വർത്ത് ഇറ്റ് ടു ഫ്ലൈ പ്രീമിയം ഇക്കോണമി. കൊച്ചി വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീലിംഗ്, സന്തോഷം ഉണ്ടാവല്ലോ. ജസ്റ്റ് ടു ഗുഡ്. എസ്പെഷ്യലി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഐ അപ്രീഷിയേറ്റ് ഇറ്റ് സോ മച്ച് മോർ. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ എന്തോരം കേരളത്തെ ശരിക്കും വാല്യൂ ചെയ്യണം. അത് വിത്തിൻ ഇന്ത്യ, അത് എസ്പെഷ്യലി ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിലേക്കൊക്കെ പോയിട്ട് തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അതിന് യാത്ര തന്നെ ഇപ്പോൾ എബ്രോഡൊക്കെ പോയിട്ട് വരുമ്പോൾ ഓബിയസ്ലി നമ്മൾ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേയും കൂടെ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മോശം എന്ന് ഒരിക്കലും പറയില്ല, സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ വിത്തിൻ ഇന്ത്യ ട്രാവൽ ചെയ്ത് തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ദ ബ്ലെസ്ഡ് പോപ്പുലേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
തോന്നുന്നല്ല, അത് ഫാക്റ്റാണ്, അതിനൊരു ആർഗ്യുമെൻ്റ് ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിനുണ്ടെങ്കിലും ഒരുപാട് ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റേ റോഡ്സ് ആണെങ്കിലും കറപ്ഷൻസ് ആണെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും കേരളത്തിൽ ജീവിക്കാനും വളരാനും പറ്റുന്ന ഒരു പോപ്പുലേഷൻ ഒരു പ്രത്യേക ഭാഗ്യമുള്ളതെന്നാണ് എൻ്റെ 100% ഒപ്പീനിയൻ. ഞാൻ എന്തായാലും അത് എപ്പോഴെങ്കിലും ഒരു വ്ളോഗ് ചെയ്യും, എൻ്റെ ഡൽഹി വേഴ്സസ് കേരള എക്സ്പീരിയൻസ്. എൻ്റെ വണ്ടി ഇപ്പോൾ വരും, വീട്ടിൽ വെയിറ്റിംഗ് ആയിരിക്കും എല്ലാവരും. കറക്റ്റ് ടൈമിന് ഞാൻ ജസ്റ്റ് വെളിയിലേക്കും എത്തി, നമ്മുടെ വണ്ടി കറക്റ്റ് ടൈമിന് എത്തുകയും ചെയ്തു. എന്താ 3 ദിവസം അപ്പനെ വിളിച്ചില്ലല്ലോ? എന്താന്ന്? വീഡിയോ ഗെയിം കളിച്ച് എന്നിട്ട് അപ്പനെ വിളിച്ചില്ല അല്ലേ? വാ, അപ്പം മോനെ ഡോണട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, സ്പ്രിങ്കിൾസ് ഡോണട്ട്. വാ, ഭയങ്കര ഗുഡ് ബൈ ആയിരുന്നു എല്ലാം പറഞ്ഞ കേട്ട് കറക്റ്റ് ആയിരുന്നു സ്കൂളിൽ. ആരും ഏതൊരു കണ്ണാടി ഉണ്ടെന്ന് വിചാരിക്കരുത് കേട്ടാ, അവൻ വെറുതെ സ്റ്റൈലിൽ നോക്കാൻ, അവന് പവറൊന്നും ഇല്ല. കഴിച്ചോ? അതെ, ക്രിസ്പി ക്രീമിന്ന് നല്ല ഡോണട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ ബാക്ക് ഹോം ആൻഡ് ഗ്ലാഡ് ടു ബി ബാക്ക്. ഇനി ഹോപ്പ്ഫുള്ളി എനിക്ക് ആ ചൈനീസിലെ ആ വിസ കിട്ടും. ആൻഡ് നമ്മുടെ ട്രാവൽ തോച്ചഫുള്ള സബ്സ്ക്രൈബേഴ്സിന് വിസയുടെയും കൂടെ ഞാൻ ഫോളോ അപ്പ് ചെയ്യാനും കൂടെയാണ് പോയിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ആക്ച്വലി എംബസി അവധിയാണ്, അപ്പോൾ ഇനി ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഹോപ്പ്ഫുള്ളി എവരി വൺ വിൽ ഗെറ്റ് വിസ. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ തോച്ചഫ് ടു ചൈന അടിപൊളിയായിരിക്കും. ഞങ്ങളെല്ലാം നോക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ജസ്റ്റ് വിസയും കൂടെ കിട്ടിക്കുക. ഇപ്പോൾ വിസ ഭയങ്കര പാടാണ് ആക്ച്വലി ചൈനയിലേക്ക് കിട്ടാൻ, ഭയങ്കര പുതിയ റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. സോ എന്തായാലും ആൻഡ് നിങ്ങൾക്ക് പ്രീമിയം ഇക്കോണമിയുടെ അപ്ഗ്രേഡ് കിട്ടിയാൽ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ചെയ്തോ, ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.